وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 194 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെ പഠന വിധേയമാക്കിയത്. 195-ാമത്തെ ആയത്തിൻ്റെ മുമ്പുള്ള ഏതാനും വചനങ്ങൾ യുദ്ധസംബന്ധമായ കാര്യങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായി സംസാരിച്ചത്. യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം ശത്രുക്കളെ നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് അവിടെ കാര്യമായ പരാമർശമുണ്ടായത്. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം കൂടി അല്ലാഹു ഉണർത്തുന്നു. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക. നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. യുദ്ധമെന്ന് പറയുന്നത് എല്ലാ നിലക്കുമുള്ള നമ്മുടെ അധ്വാനം ആവശ്യമുള്ള സംഗതിയാണ്. സമ്പത്ത് വേണ്ടി വരും, നമ്മുടെ ശരീരം കൊണ്ടുള്ള അധ്വാനങ്ങൾ വേണ്ടി വരും, മറ്റുള്ള ഒരുപാട് അധ്വാനങ്ങൾ ആവശ്യമുള്ള മേഖലയാണ് യുദ്ധമെന്ന് പറയുന്നത്. യുദ്ധത്തെ പോലെ തന്നെ സത്യവിശ്വാസികൾ നേരിടുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക, വലാ തുൽഖൂ ബിഅയ്ദീകും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ ഇടരുത്, ഇലാ തഹ്ലുക, നാശത്തിലേക്ക്. അപ്പം നിങ്ങൾ സ്വയം തന്നെ നാശത്തിലേക്ക് നിങ്ങൾ പോകരുത്. എന്താ പറഞ്ഞത്?
നിങ്ങൾ സമ്പത്തൊന്നും ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച് ഉദാസീനതയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ നാശത്തിനായിരിക്കും അത് ചെന്നെത്തുക. ഈ സമ്പത്ത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചെലവഴിക്കേണ്ടത്, ദീനിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടതുണ്ട്. അതൊന്നും ചെലവഴിക്കാതെ നമ്മൾ പിശുക്കി വെക്കുകയാണെങ്കിൽ അത് ഈ ദുനിയാവിൽ നാളെ പരലോകത്തും നമ്മുടെ നാശത്തിനായിരിക്കും എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. അത് നിങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാവുന്ന വഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു നന്മ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ സമ്പത്ത് നല്ല മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിലായിരിക്കണം ചെലവഴിക്കേണ്ടത്. അങ്ങനെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ് തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്. തൊട്ടടുത്ത ആയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തിയാക്കുക. ഹജ്ജും ഉംറയും എങ്ങനെയൊക്കെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാൻ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ അതിന് ഒത്തുവരേണ്ടതുണ്ട്, അതൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധമായ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കണം. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഹജ്ജിന് പോകുവാനുള്ള സാമ്പത്തികവും ശാരീരികവുമായ ഭദ്രതയുണ്ട് എങ്കിൽ ആ മനുഷ്യന് ഹജ്ജ് നിർബന്ധമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളുടെ മേൽ നിർബന്ധമാണെന്ന്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, ആ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതിന് സബീലൊത്ത വഴിയൊത്ത ആളുകൾ. വഴിയൊത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ശരീരം കൊണ്ടുള്ള ആരോഗ്യം, മറ്റൊന്ന് നമ്മുടെ സമ്പത്ത്. ഇത് രണ്ടും ഒത്ത ആളുകൾ ഹജ്ജ് നിർവഹിക്കണം നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ നിരവധി ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. വൽ ഉംറത്തലില്ല, ഉംറയും അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കണം. ഉംറ വിശ്വാസിക്കും നിർബന്ധമാണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൃത്യമായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഏതായിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ഉംറ, ഒരു തവണ ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ കർമ്മം നിർവഹിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. സഹാബത്തും പലതവണ ഉംറ നിർവഹിച്ചതായി നമുക്ക് ഹദീസുകളിലും ചരിത്രത്തിലുമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഉംറയും. ഉംറയും ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹജ്ജ് എന്ന് പറയുന്നതിന് പ്രത്യേകമായ ദിവസങ്ങളും പ്രത്യേകമായ ചില അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഉംറ എന്ന് പറയുന്നത് വിശുദ്ധ ഹറമിൽ വെച്ച് ചെന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് തവാഫും സഅയും അതുപോലെ മുടി നീക്കം കളയലും, അങ്ങനെ ഒരു 4 കർമ്മങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് ഉംറ എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് ഒരുപാട് ദിവസത്തെ കർമ്മങ്ങളുണ്ട്. അങ്ങനെ ഹജ്ജും ഉംറ നമുക്ക് ഏത് സമയവും നിർവഹിക്കാവുന്നതാണ്. ഹജ്ജിന് പ്രത്യേകമായ സമയവും പ്രത്യേകമായ ചില അനുഷ്ഠാനങ്ങളുമൊക്കെയുണ്ട്. ഫഇൻ ഉഖ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾ അതിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച്, ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് പക്ഷേ അത് നിങ്ങൾക്ക് തടസ്സം നേരിട്ടാൽ ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾ അതിന് പകരം പ്രായശ്ചിത്തമായൊരു ബലികർമ്മം നിർവഹിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ 6-ാം വർഷം ഉംറ നെയ്യത്ത് വെച്ച് അവർ പോയെങ്കിലും വഴിയിൽ വെച്ച് ശത്രുക്കൾ അവരെ തടഞ്ഞു. അവർക്ക് മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നീട് അവർ തിരിച്ചുപോയി. പിന്നീട് അടുത്ത വർഷം സഹാബികൾ ഹജ്ജ് ഉംറ കർമ്മം നിർവഹിക്കാൻ പോയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു ഉംറ കർമ്മം നിർവഹിക്കാൻ സാധ്യമാവാതെ തിരിച്ചു പോകേണ്ടി വന്നതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ബലികർമ്മം നിർവഹിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ അവിടെ നിങ്ങൾ ഈ ബലികർമ്മം നടത്തും. വലാ തഹ്ലിഖൂ റൂഊസക്കും ഹത്താ യബ്ലുഗൽ ഹദിയ്യു മഹ്ലിഹി,
നിങ്ങൾ മുടി മുണ്ഡനം നീക്കം ചെയ്യരുത്. ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ആ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നത് മുടി നീക്കം ചെയ്യുന്നതോടുകൂടിയാണ്. അപ്പോൾ മുടി നിങ്ങൾ നീക്കം ചെയ്യരുത്. മുടി കളയുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത്. എന്നാൽ മുടിയിൽ നിന്ന് അല്പം നീക്കിയാലും ആ തഹല്ലുലാകുന്നതാണ് ഇഹ്റാമിൽ നിന്ന്. അപ്പം നിങ്ങൾ മുടി നീക്കം ചെയ്യരുത്. ഹത്താ യബ്ലു അൽ ഹദിയും മഹില്ല, നിങ്ങളുടെ ബലികർമ്മം ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നത് വരെ. അഥവാ ഹറമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ബലി മൃഗത്തിനുള്ള സാധനങ്ങൾ എത്തണം. ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമല്ല, ഹറമിൻ്റെ ചുറ്റും നിശ്ചിതമായൊരു പ്രദേശം പവിത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബലികർമ്മമൊക്കെ നിർവഹിക്കുന്നത്. ഇനി നിങ്ങളിൽ നിന്നൊരാൾക്ക് രോഗം വന്നു, അല്ലെങ്കിൽ ഔ ബിഹി അദമ്മി റഅ്സിഹി, അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചു, അഥവാ നമ്മുടെ മുടി പെട്ടെന്ന് നീക്കം ചെയ്യേണ്ട എന്തെങ്കിലും അസുഖങ്ങൾ വന്നു. ഇപ്പം ഹദീസുകളിൽ തന്നെ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്ന് ഇങ്ങനെ പേനിങ്ങനെ ഉതിർന്ന് വീഴുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ മുടി നീക്കം ചെയ്യാന്നിട്ട് അതിന് പകരമായി ബലികർമ്മം നിർവഹിക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുമ്പായി രോഗം കാരണമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ മുടി നീക്കം ചെയ്യേണ്ടി വന്നാൽ അപ്പോൾ അതിന് പകരമായി പ്രായശ്ചിത്തം നൽകേണ്ടതാണ്. വലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലു അൽ ഹദിയു മഹില്ല. ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദം മിൻ റഅ്സിഹി ഫഫിദിയത്തുൻ മിൻ സിയാമിൻ ഔ സദഖ. ഇനി ബലികർമ്മ നിർവഹിക്കാനുള്ള ബലി മൃഗമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായി നോമ്പ് നോൽക്കാം. ഔ സദഖത്തിൻ, അല്ലെങ്കിൽ അതിന് പകരമായി ഒരു അഗതിക്ക് ഭക്ഷണം നൽകാം, സദഖ കൊടുക്കാം. ഔ നുസ്കിൻ, അല്ലെങ്കിൽ ബലി നിർവഹിക്കാം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അതിന് പ്രായശ്ചിത്തമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഫഇദാ അമിൻതും, ഇനി നിങ്ങൾ നിർഭയമായി നിങ്ങൾക്ക് ഉംറയും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുവാനുള്ള അവസ്ഥയുണ്ടായി. വമൻ തമത്ത ബിൽ ഉംറതി ഇലൽ ഹജ്ജ്, ഒരാൾ ഹജ്ജിൽ പ്രവേശിക്കുന്നത് ഇഹ്റാമിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഇഹ്റാം 3 രൂപത്തിൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും. ഒന്ന് ഇഫ്രാദായി ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇഫ്രാദായി ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജിന് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കുക. മറ്റൊന്ന് ഖിറാനായി ഇഹ്റാമിൽ പ്രവേശിക്കുക, അത് ഹജ്ജിനും ഉംറക്കും കൂടി ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. മറ്റൊന്ന് തമത്തു ആയി ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ മീഖാത്തിൽ നിന്ന് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും, എന്നിട്ട് ഹറമിൽ ചെന്ന് ഉംറ കർമ്മമൊക്കെ നിർവഹിക്കും. അതിനുശേഷം നമ്മൾ തഹല്ലുലാകും ഇഹ്റാമിൽ നിന്ന്. പിന്നീട് നമുക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കാം. ഇഹ്റാമിന് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട നിബന്ധനകൾ നമുക്ക് ബാധകമല്ല. പിന്നീട് ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കും. ഹറമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ ഹജ്ജിന് പോകുമ്പോൾ ഹറമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ ഹജ്ജിന് അവിടെ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ തമത്തുമായിട്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഫൈദാമി, അങ്ങനെ ഫമൻ തമത്ത ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും വേണ്ടി വേറെ വേറെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുകൾ, ഫമസ്തൈസറ മിനൽ ഹദി, അവർ അതിന് പകരമായി ഒരു ബലി കർമ്മം നിർവഹിക്കേണ്ടതാണ്, അവർക്ക് എളുപ്പമായ സാധ്യമാകുന്ന ഒരു ബലി. ഫമൻ ലം യജിദ്, ഇനി അതിന് സാധ്യമാകുന്നെങ്കിൽ, നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളാണെങ്കിൽ അതിന് നേരത്തെ തന്നെ പൈസ കൊടുത്ത് ചെയ്തിട്ടുണ്ടാവും, അത് അവർ ഗവൺമെൻറ് തന്നെ നിർവഹിച്ചുകൊള്ളും. ഇനി ഫമല്ലം യജിദ്, അങ്ങനെ ബലികർമ്മം ഒരാൾക്ക് കൊടുക്കാൻ സാധ്യമായില്ല, അവനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ വസിയാമു സലാസത്തി അയ്യാമി ഫിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ ആ സമയത്ത് 3 നോമ്പ് അവൻ അനുഷ്ഠിക്കണം. എന്ന് പറഞ്ഞാൽ അവന് തിരിച്ചു പോരുന്നതിന് മുമ്പ് 3 നോമ്പ് അനുഷ്ഠിക്കുക. വസബഅത്തിൻ ഇദാ റജഅതു, തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 7 നോമ്പ്. തിൽക അശറത്തുൻ കാമില, അങ്ങനെ 10 പൂർത്തിയാക്കുക. 10 നോമ്പാണ്. അതിന് പകരമായി തോൽക്കേണ്ടതിൽ 3 നോമ്പ് അവിടെ വെച്ച് നിർവഹിക്കുക.
മക്കത്ത് വെച്ച് നിർവഹിക്കുക. തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷം 7 നോമ്പ്, അങ്ങനെ 7 3 10. ദാലിക ലിമൻ ലം യകുൻ അഹ്ലുഹു ഹാദിരിൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ കുടുംബസമേതം താമസിക്കാത്തവർക്കുള്ളതാകുന്നു ഈ നിയമം എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ ആ പരിധിക്കുള്ളിൽ തന്നെ സ്ഥിരതാമസമുള്ള ആളുകൾക്ക് പിന്നെ അവർക്ക് നാട്ട് തിരിച്ചു പോകാന്നുള്ളൊരു വിഷയമല്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് തന്നെ 10 നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക. അങ്ങനെ ഹജ്ജുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب دعوة